എല്ലാ ഞായറാഴ്ചയും പോലെ ഈ ഞായറാഴ്ചയും അങ്ങനെ തന്നെ കടന്നുപോയി. ഈ ആഴ്ച ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ രശ്മിയുടെ മാമനും ഏട്ടനും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ എപ്പോഴൊന്നും വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആഘോഷം ആക്കാറുമുണ്ട്. അജിമാമൻ നല്ല ഒന്നാന്തരം കുക്കായുണ്ട്. അജിമാമൻ പറഞ്ഞു ഞാൻ നല്ല അടിപൊളിയായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ബീഫ് ബിരിയാണി അജിമാമൻ അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും വിളമ്പാനുള്ള ഉത്തരവാദിത്തം ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അത് മാത്രമല്ല, അജിമാമൻ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ട് എന്ന് അറിയാനായിരുന്നു എല്ലാവർക്കും ആകാംക്ഷ. ഇങ്ങനെ നിന്ന് നോക്കുന്നതാണ്ട ഈ പുള്ളിക്കാരനാണ് അജിമാമൻ. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രാൻഡിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ബീഫ് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരു നല്ല ജീരകശാല റൈസിൽ നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നമ്മളങ്ങ് കഴിച്ചു. ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. ബിരിയാണി അടിപൊളിയായിരുന്നു. ഇനി എവിടെയെങ്കിലും അത്യാവശ്യം ഒരു 10-40 ആൾക്കുള്ള ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ അജിമാമനെ വിളിച്ചാൽ മതി. ആള് ഭയങ്കര ബിസിയാണ്, അങ്ങനെയൊന്നും കിട്ടില്ല, വല്ലപ്പോഴേ വരുള്ളൂ. ഒരു വർഷം കഴിഞ്ഞിട്ടെങ്ങാണ്ട് ഇപ്പം നമ്മളെ കാണാൻ വന്നത് തന്നെ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാടാന്നും പറഞ്ഞാ പോയത്. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പ്രതീക്ഷിക്കണ്ടു, പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെട്ടെന്ന് വന്നൊന്നിരിക്കും. ഇനി എപ്പോഴെങ്കിലും വന്ന് വല്ല ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് തരാം.